السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله، والصلاة والسلام على رسول الله وعلى آله وصحبه وسلم. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. إن شاء الله ഇന്ന് നമ്മൾ സൂറത്ത് ഷർഹിലെ തജ്വീദ് നിയമങ്ങളാണ് പഠിക്കാൻ പോകുന്നത് ഇൻഷാ അല്ലാഹ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم نشرح لك صدرك ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب. എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇസ്തിആദ ബസ്മല അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. അതിനെ ഇസ്തിആദ എന്ന് പറയുക. അഊദു ഹംസ ഐൻ ഒക്കെ തൊണ്ടൻ്റെ അക്ഷരങ്ങളാണ്, ലൈറ്റായിട്ട് പറയുക. അഊദു ദ പറയുമൊക്കെ ചുണ്ട നന്നായി റൗണ്ടാകുക. ദ നാവിൻ്റെ അത്തരത്തിൽ തന്നെ പറയുക, സ നാവരുത്. അഊദു ബില്ലാഹി, ബില്ലാഹി ഒക്കെ ലൈറ്റാണ്. അള്ളാഹു എന്ന് പറഞ്ഞിട്ട് ബില്ലാഹി എന്നുള്ളത് അള്ളാഹിന് പകരം ബില്ലാഹി ബാനി കസ്റ എന്നുകൊണ്ടാണ് ആ രീതിയിൽ നമ്മൾ ഉച്ചരിക്കുന്നത്. മിനശ്ശൈത്വാനി, മിനശ്ശ ഷീൻ ഡബിളാക്കി പറയുക, ത ഉയർത്തി പറയുക. മിനശ്ശ ഷീൻ പറയുമ്പോൾ വായിൻ്റെ ഉള്ളിൽ ആ സൗണ്ട് നന്നായി സ്പ്രെഡാണ്. മിനശ്ശൈത്വാനി റജീം, റ ഇരട്ടിപ്പിച്ച് പറയുക, കൂടാണ്ട് ഉയർത്തി പറയുക. റോജി റോ ഉണ്ടാ സൗണ്ട് ഉണ്ടാ, ഉയർത്തി പറയുക. പിന്നെ ചുണ്ട് റൗണ്ടാവരുത്. ചില ആൾ റോ പറയുമ്പോൾ ചുണ്ട് റൗണ്ടാ, റോ എന്നല്ല, അങ്ങനെ ചുണ്ടൊന്നും റൗണ്ടാവരുത്. മിനശ്ശൈത്വാനി റജീം ഉയർത്തി പറയാം കേട്ടോ. പിന്നെ അടുത്തത് ബിസ്മില്ലാഹി ഒക്കെ ലൈറ്റ് അക്ഷരങ്ങളാണ്. ഓരോ സുക്കൂനും ടൈം എടുക്കുക. ബിസ്മില്ലാഹി റഹ്മാനി, റ രണ്ടിടത്തും, റഹ്മാനി റഹീം രണ്ടിടത്തും റ ഹെവിയാണ്, ഇരട്ടിപ്പിച്ച് പറയുകയും ചെയ്യണം. പിന്നെ ഹ തൊണ്ടിയിൽ നിന്ന് തന്നെ എടുക്കുക. റഹ്മാനി റഹീം നീട്ടി നിർത്തുക. പിന്നെ അടുത്തത് ഇപ്പോൾ ഇവിടെ നമ്മൾ അലം നഷ്റഹ്, അലം ഇവിടെ സുക്കൂനി മീം വരുമ്പോൾ നോർമലായിട്ട് പറയാം. ഇവിടെ അലം നഷ്റഹ് ഇല്ല, അലം നഷ്റഹ് ഇദ്ഹാറാൻ. സുക്കൂനിന് മീമിന് ശേഷം നൂന് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇദ്ഹാർ ഷഫവി, ഇദ്ഹാർ വെളിവാക്കിയിട്ട് തന്നെ ക്ലിയർ ആക്കി പറയാം. അലം നഷ്റഹ് ഷീൻ നമ്മൾ നേരത്തെ ഷൈത്താനിൽ പറഞ്ഞ പോലെ തന്നെ ഷ് എന്നുള്ള സൗണ്ട് ഉണ്ട്. വയർ നല്ല സ്പ്രെഡാണ്. ഷീൻ്റെ സൗണ്ടിന് തഫഷീ എന്ന് പറയും. ആ ക്വാളിറ്റി ഉള്ളതാണ്, അതിന് സിഫാത്തിൽ വരുന്നതാണ്. അലം നഷ്റഹ്, പ്രത്യേകിച്ച് ഇവിടെ ഷീന് സുക്കൂനും കൂടി വന്നു, അതുകൊണ്ട് നല്ല കേൾക്കണം. അലം നഷ്റഹ്, റ ഹെവി, ഹ തൊണ്ടീൻ സുക്കൂന് വന്നുകൊണ്ട് ഹ അഹ് നഷ്റഹ്. പിന്നെ ഫഹ്സഹു ഷഖ്സുൻ സക്കത്ത്, ഈ അക്ഷരങ്ങൾക്കൊക്കെ സുക്കൂന് വരുമ്പം അതാണ് ഹംസ് എന്ന് പറഞ്ഞ സിഫയുള്ള അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ആണത്. ഈ അക്ഷരങ്ങൾക്ക് സുക്കൂന് വരുമ്പോൾ നല്ലോണം നമ്മൾ സ്പ്രെഡാവും, നമ്മൾ ആ സൗണ്ട്സ് നല്ലോണം നമ്മൾ കേൾക്കത്തക്ക രീതിയിൽ നമ്മൾ പറയണം, നല്ല എന്താ പറയുക കാറ്റോടും കൂടിയിട്ട്. അപ്പോൾ അതിൽ ഇവിടെ രണ്ട് അക്ഷരമാണ് ഹംസേൻ്റെ വന്നിട്ടുള്ളത്, ഒന്ന് ഷീനും പിന്നെ ഹായും. ഫഹസ്സഹു, അത് ആ അക്ഷരങ്ങൾ നമ്മൾ മൊത്തത്തിൽ ഒരു ഇതിൽ കൂട്ടിയിട്ട് പറയുന്നത്. ഫഹസ്സഹു ഫ ഹ ഫ ഹ. ഷഖ്സുൻ ഷീൻ ഖ സാദ് ഷഖ്സുൻ. സക്കത്ത് സീൻ കാഫ് ത. ഈ അക്ഷരങ്ങൾക്കൊക്കെ സുക്കൂന് വരുമ്പോൾ നോർമലി ആ അക്ഷരങ്ങളൊക്കെ നല്ലൊരു സൗണ്ട് നന്നായി കേൾക്കത്തക്ക രീതിയിൽ അതിന് ചെറിയൊരു കാറ്റോടും കൂടിയുള്ള സൗണ്ട്സാണ്. അപ്പോൾ സുക്കൂന് വരുമ്പോൾ നന്നായിട്ട് ആ കാറ്റ് നല്ലോണം കേൾക്കത്തക്ക രീതിയിൽ വരണം. ഇവിടെ പ്രത്യേകിച്ച് നമുക്ക് ഈ സൂറയിൽ
വേറെയും സ്ഥലങ്ങൾ നമുക്ക് ഇൻഷാ അല്ലാഹ് പറയാം. നമുക്ക് ഇതുപോലെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ അതാണ് അതിനെ പറയുക ഹംസ്. അത് ക്യാരക്ടറിസ്റ്റിക് ഇംഗ്ലീഷിൽ, അറബിയിൽ സിഫ. അപ്പോൾ ഇതിൻ്റെ അക്ഷരങ്ങൾക്ക് ഉള്ള സ്വഭാവ ഗുണങ്ങൾ എന്ന് മലയാളത്തിൽ പറയും. അപ്പോൾ ഓരോ സ്വഭാവ ഗുണങ്ങൾ അക്ഷരത്തിനുണ്ട്. അപ്പോൾ അതിൽ വരുന്ന അക്ഷരത്തിൻ്റെ സ്വഭാവമാണ് ഇത്. അപ്പോൾ ഇതുപോലെ മറ്റുള്ള അക്ഷരങ്ങൾക്ക് സുക്കൂൻ വരുമ്പം അതുപോലെ നമ്മൾ പറയില്ല. നമുക്ക് കൃത്യമായിട്ട് അറിയാം. നമ്മൾ കൽക്കല പറയുന്നുണ്ട്, ഖുതുബ് ജദ്, ഖാതബ, ജീം ദാൽ. എന്തുകൊണ്ടാണ് അവിടെ കൽക്കല വരുന്നതെന്ന് പറഞ്ഞാൽ ആ അക്ഷരങ്ങൾ നമ്മൾ കാറ്റില്ലാണ്ട് പറയണം. പ്രത്യേകിച്ച് നമ്മൾ സിഫത്തുകൾ പഠിക്കുമ്പോഴാണ് നമ്മളറിയുക ഏതൊക്കെ അക്ഷരങ്ങൾക്കാണ് കാറ്റുള്ളത്, ഏതൊക്കെ അക്ഷരങ്ങൾക്കാണ് കാറ്റില്ലാത്തത്. അപ്പോൾ ഖാഫ്, ഖ, ബ, ജീം, ദാൽ അതിന് കാറ്റില്ല. അപ്പോൾ നമ്മൾ പറയുമ്പോൾ മുഴപ്പിച്ച് പ്രത്യേകമായി എടുത്ത് പറയണം. അതിനാണ് അഖ്, അഖ്. അതിനാണ് ഖുതുബ് ജദ് എന്ന് പറഞ്ഞ അക്ഷരങ്ങൾക്ക് കൽക്കല എന്ന് പറയുക. നമ്മൾ പ്രത്യേകം എടുത്ത് പറയാം. നമ്മൾ നിർത്തുന്ന സമയത്തൊക്കെ പറയില്ലേ, ഇപ്പോൾ ഇവിടെ തന്നെ ഫൻസബ്, ഫർഗബ് ഉണ്ടാവും, പ്രത്യേകം എടുത്ത് പറയുന്നത് അത് നിർത്തുന്ന സമയത്ത് സുക്കൂന് വരുമ്പോൾ. അപ്പോൾ അതേപോലെ അല്ല നമ്മൾ മറ്റേ ഈ പറയുന്ന അക്ഷരങ്ങൾക്ക് സുക്കൂന് വരുമ്പോൾ ഉണ്ടാകും. ഇനി ഈ അക്ഷരങ്ങൾ രണ്ടും അല്ലാത്ത മറ്റു അക്ഷരങ്ങൾക്ക് വരുമ്പോൾ നമ്മൾ കുറച്ച് അധികം ടൈം ചിലതിന് കൊടുത്തുകൊണ്ട്, ഇപ്പോൾ ഗൈനൊക്കെ വരുമ്പം പിന്നെ ഐന് വരുമ്പോൾ ഒക്കെ ടൈം കുറച്ചും കൂടി ഇപ്പോൾ സമയം അധികം കൊടുക്കും. പക്ഷേ കാറ്റ് വരാൻ പാടില്ല. കാറ്റ് വരാതെ ടൈം കൊടുത്തുകൊണ്ട് വരണം. ഇപ്പോൾ ഇവിടെ വദഅന ഉണ്ടാ, നമ്മളൊരു ഒഴുക്കി പറയണം. വദഅന എന്നായ പാടില്ല. അപ്പോൾ എന്താ കൽക്കലിയിലേക്ക് പോയി വദഅന. പിന്നെ അതേപോലെ വിസ്റക് സൗണ്ട് ഉണ്ടാ, വിസ്. അത് സാനുള്ള ക്വാളിറ്റിയാണ്, അതിൻ്റെ സിഫയാണ് എന്ത്, സഫീർ എന്ന് പറയും. ആ സൗണ്ട് എസ് എന്നുള്ള സൗണ്ട് വരുന്നത്. അപ്പോൾ വിസ് എന്നുള്ള സൗണ്ട് വരണം. സീന് എസ്, അസ്, അസ്. ഈ 3 അക്ഷരങ്ങളും സഫീറിൻ്റെ സൗണ്ട്, അത് നമ്മൾ വിസ്പറിങ് സൗണ്ട്സ് എന്നുള്ള സൗണ്ട്. അപ്പോൾ അത് പ്രത്യേകമായിട്ട് സുക്കൂന് വരുമ്പോഴാണ് കൃത്യമായി നമുക്കതൊക്കെ മുഴപ്പിച്ച് കേൾപ്പിക്കണം. നമ്മൾ വായിക്കുന്ന സമയത്ത് ആ രീതിയിൽ വരണം. ഓക്കെ, ഇപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പറഞ്ഞുതരാം. നഷ്റഹ്. പറഞ്ഞ റാ ഹെവി, ഹ എന്നുള്ള സൗണ്ട് കൃത്യമായി വരണം. ലക സദ്റക്. ലക കാഫൊക്കെ പറയുമ്പോൾ ലൈറ്റായിട്ട് പറയുക, ഒന്നും ഹെവി ആക്കരുത്. സ ഹെവി, സദ്റക്. ഇപ്പം ദാലി നമ്മൾ നേരത്തെ പറഞ്ഞ കൽക്കലിൻ്റെ സൗണ്ടാണ് ഇവിടെ വരേണ്ടത്. സദ്റക്. നിർത്തുമ്പോൾ കാഫ് നേരത്തെ ഹംസിൻ്റെ അതേ അക്ഷരങ്ങളിൽ വരുന്നതാണ് കാഫ്. അപ്പോൾ ഇവിടെ നിർത്തുമ്പം ആ സൗണ്ട് കേൾക്കണം. സദ്റക്, അക് എന്നുള്ള സൗണ്ട്. ഓക്കെ, പിന്നെ അടുത്തത് വവദഅന. വാവ് പറയുമ്പോൾ ചുണ്ട നന്നായി റൗണ്ടാക്കി പറയുക. വവദഅന. ദാദ് പറയുമ്പോൾ അധികം ആളും ലാ എന്നുള്ള സൗണ്ടിലാണ് പറയുക. തെറ്റാണത്. ലാ അല്ല, ദാ. സൗണ്ട് നടുക്ക് നമ്മൾ ഒന്നുകിൽ നമ്മൾ പല്ലിൻ്റെ പിന്നെ നാവിൻ്റെ 2 അറ്റം പല്ലിലേക്ക് മുട്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു സൈഡായിരിക്കും മുട്ടെന്ന് വെച്ചാൽ നടുഭാഗത്ത് നിന്ന് സൈഡ്, ഹാഫത്തിൽ ലിസാന്ന് പറയും, അരുഭാഗം. അപ്പം അത് അങ്ങനെ വരുമ്പോഴേ നമ്മൾ ഈ ദാദ് കറക്റ്റായിട്ട് വരുള്ളൂ. ദാ നടുക്കുന്നാണ് നമ്മൾ ഉയർത്തി പറയണ്ടേ, അല്ലാണ്ട് തുമ്പത്ത് നിന്നല്ല പറയണ്ടേ. വവദഅന കൃത്യമായി ഹെവി അക്ഷരമാണ്, കൃത്യമായിട്ട് പറയാം. വവദഅന അൻക. ഐനൊക്കെ പറയുമ്പോൾ തൊണ്ടിയിൽ നിന്ന് തന്നെ ഉച്ചരിക്കാൻ നോക്കുക. ഇവിടെ ഇദ്ഹാർ വന്നിട്ടുണ്ട്, ഇഖ്ഫ വന്നിട്ടുണ്ട്. സുക്കൂനിൻ്റെ നൂന് ശേഷം കാഫ്. അതുകൊണ്ട് ഇഖ്ഫ നന്നായി മണിച്ച് നൂൻ്റെ സൗണ്ടിനെ മറിച്ച് പിടിച്ചുകൊണ്ട് ഇവിടെ ഇഖ്ഫ ഇതൊന്ന് ലൈറ്റ് ഇഖ്ഫ, അതുകൊണ്ട് ഹെവി ആക്കരുത്. ഓക്കെ, അങ്ക. കഫ് ലൈറ്റ് ആയതുകൊണ്ടാണ് സുക്കൂന് നൂനിൻ്റെ സൗണ്ടിന് നമ്മൾ ലൈറ്റായിട്ട് പറയുന്നത്. അങ്ക. വിസ്റക് നമ്മൾ നേരത്തെ പറഞ്ഞ സ. വിസ്റക്. റ ഹെവി, ബാക്കിയൊക്കെ ലൈറ്റ്. നിർത്തുന്ന സമയത്ത് കാഫിൻ്റെ ഹംസിൻ്റെ സൗണ്ട് കേൾക്കണം കാറ്റോടും കൂടി. വിസ്റക്. റ ഹെവി കേട്ടോ. വിസ്റക്. റ ഹെവി ആക്കുമ്പോൾ കാഫ് ഹെവി ആയി പോരുത്, കാഫ് ലൈറ്റായിട്ട് തന്നെ ഉണ്ടാവണം. പിന്നെ അടുത്തത് അല്ലദി. ഇവിടെ ഹംസത്തിൽ വസൽ കഴിഞ്ഞ് നമ്മൾ ലെസണിൽ അലഖിൻ്റെ ലെസണിൽ കൃത്യമായി ഹംസത്തിൽ വസലിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഹംസത്തിൽ വസലാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലദി. അതുകൊണ്ടാണ് ഹംസത്തിൽ വസൽ നമ്മൾ ആ കൊണ്ട് തുടങ്ങിയത്. അല്ലദി അൻഖദ ദഹ്റക്. അവിടെ
മദ് വന്നിട്ടുണ്ട്. മദ് മുൻഫസിൽ, മദ് അക്ഷരം ഒരു പദത്തിലും മറ്റേ ഹംസ മറ്റേ പദത്തിലും ആയതുകൊണ്ട് രണ്ടും രണ്ട് വേർഡ്സിലായതുകൊണ്ടാണ് നമ്മളത് പിന്നെ നീട്ടിയിട്ട് നമ്മൾ ഓതണം. അത് ഓപ്ഷനല്ല, നമുക്ക് വേണമെങ്കിൽ ഓതിയും ഓതാതിരിക്കുകയും ചെയ്യാം. പക്ഷെ നീട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ 45 ഹറക്ക നീട്ടണം. അല്ലദീ അൻഖദ ആ കൗണ്ട് കൊടുക്കണം. ഓക്കെ, അൻഖദ ഇവിടെ എന്താ വരുന്നത്? ഹംസ ലൈറ്റാണ്, നൂനും ലൈറ്റാണ്, ഖാഫ് ഹെവിയാണ്. പക്ഷേ നമ്മൾ ഖാഫ് ഹെവി ആയത് കാരണം നൂനും ഹെവി ആയിട്ടാണ് വരിക. കാരണം ഇഖ്ഫ ഇവിടെ വരുന്നുണ്ട്, ഇഖ്ഫ ഹെവി ഇഖ്ഫ വരുന്നത്. കാരണം നൂനിൻ്റെ ഇഖ്ഫ ഹെവി എന്ത് അക്ഷരമാണോ നൂലിന് ശേഷം വരുന്നത് അതനുസരിച്ചിട്ടായിരിക്കും ഇഖ്ഫാൻ്റെ പിന്നെ പൊസിഷൻ ഉണ്ടാവുക. ഇഖ്ഫ ഹെവിയോ അതോ ലൈറ്റോ ഉണ്ടാവുക. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്കയിൽ നൂന് ഇഖ്ഫ ഹെവി അല്ല, ലൈറ്റാണ്. ഇവിടെ ഉണ്ടാ സൗണ്ട് ഉണ്ടാകും, നൂന് ഉയർന്ന് ഖദ. ഖാഫ് ഹെവി ആയതുകൊണ്ട് നൂനിനും ഹെവിയാക്കി പറയണം. പിന്നെ അടുത്തത് വരുന്നത് ദ, ഖദ. നേരത്തെ പറഞ്ഞ ദായാണ് ഇവിടെ വരുന്നത്, വദഅനൻ്റെ ദ. പക്ഷെ അടുത്ത ലെറ്റർ വഹ്റക്. രണ്ടിൻ്റെ മഖ്റജ് കറക്റ്റ്, രണ്ടും രണ്ടായിട്ട് തന്നെ കേൾക്കണം. അധികം ആളും രണ്ടും ഒന്നായിട്ടാണ് ഓതുക. കാരണം നമ്മൾ വായിക്കുന്ന സമയത്ത് രണ്ടിനും രണ്ട് മീനിങ്ങാണ്, രണ്ടിനും രണ്ട് ഉച്ചാരണ രീതിയാണ്, രണ്ടിനും രണ്ട് മഖ്റജാണ്. ഒരിക്കലും ഒരേ ലെവലിൽ നമ്മൾ ഓതാൻ പാടില്ല. ഖദ അത് ദാദ് നാവിൻ്റെ നടുവശത്ത് നടുക്കുന്ന നമ്മൾ സൗണ്ട് പുറപ്പെടുന്നത്. വഹ്റക്കിൻ്റെ വായാണെങ്കിൽ ദാലിൻ്റെ സെയിം മഖ്റജ് നാവ് തുമ്പത്ത് പിന്നെന്താന്ന് ഇതിൽ പറയാം നമ്മൾ ടിപ്പ് ഓഫ് ദി ടങ്, നാവിൻ്റെ തുമ്പത്തുനിന്ന് അറ്റത്തുനിന്ന് നമ്മൾ ശരിക്കും കുറച്ച് പല്ലോട് മുട്ടിയിട്ടുള്ള രീതിയിലാണ് വ ഒരു വൈബ്രേഷൻ സൗണ്ട് വരും. വഹ്റക് ഹെവിയാണ്, രണ്ടും ഹെവി അക്ഷരമാണ്. പക്ഷേ രണ്ടിൻ്റെയും മഖ്റജ് രണ്ട് സെക്ഷനാണ്. അതുകൊണ്ട് കൃത്യമായി ശ്രദ്ധിക്കുക. വഹ്റക് ഹാനി സുക്കൂനുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞ ഹംസിൻ്റെ ക്വാളിറ്റിയിൽ വരുന്നതാണ് ഫഹത്തഹു ഷഖ്സുൻ സക്കറ്റ്. ഫഹത്തഹു അതിൻ്റെ ഹാ ഉണ്ട്, ഈ ഹാനൂടെ സുക്കൂൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല ഹെവിയാക്കി കാറ്റോടും കൂടിയിട്ടാണ് വഹ്റക് ഉണ്ടാ. വഹ്റക് നിർത്തുമ്പോൾ കാഫ് ഹംസിൻ്റെ സൗണ്ട് എടുത്ത് തന്നെ നിർത്താം. അടുത്തത് വറഫഅന, വാവ് റൗണ്ടാക്കി പറയാം, റാ ഹെവി. വറഫഅന ഐൻ ഒഴുക്കി പറയാം. വറഫഅന എന്നാവരുത്, വറഫഅന സുക്കൂൻ വന്നുകൊണ്ട്. ലക ദിക്റക് കാഫിന് സുക്കൂൻ രണ്ടിടത്ത് നമ്മൾ കാഫ് വന്നിട്ടുണ്ട്. ദിക് റക് രണ്ടിടത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? കൃത്യമായിട്ട് ആ കാഫിൻ്റെ സൗണ്ട് കേൾക്കണം. ദിക് റക് ഉണ്ടാ. പിന്നെ ദാലും നാവിൻ്റെ അറ്റത്ത് തന്നെ പറയുക, റാ ഹെവിയാക്കി പറയാം. റഫഅനൻ്റെ അടുത്തും റാ ഹെവിയാണ്, ദിക്റക്കിൻ്റെ അടുത്തും റാ ഹെവിയാണ്. പിന്നെ അടുത്തത് ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ. ഇവിടെ നൂൻ്റെ മുകളിൽ ശബ്ദം വന്നുകൊണ്ട് കൃത്യമായ സൗണ്ട് നല്ല മണിച്ച് തന്നെ ഓതണം. ഫഇന്ന ഹംസ തൊണ്ടിയിൽ നിന്ന് തന്നെ എടുക്കാൻ പരിശ്രമിക്കുക. ഫഇന്ന മഅൽ ഉസ്രി ഐൻ കൃത്യമായി തൊണ്ടിയിൽ നിന്ന് തന്നെ ഉച്ചരിക്കുക. മഅൽ ഉസ്രി രണ്ട് ഐൻ അടുത്തടുത്ത് വരുമ്പോൾ കൃത്യമായി ഉച്ചരിക്കണം. ചില ആൾ രണ്ടെണ്ണം വരുമ്പോൾ ഏതെങ്കിലും ഒന്നേരിക്കും ഉച്ചരിക്കുക, അങ്ങനെ ആവരുത്. ഒന്നിലേക്ക് ലയിച്ചു പോകരുത്. മഅൽ അതുകൂടാണ്ട് ലാമിൻ്റെ സുക്കൂന് കൃത്യമായി ടൈം കൊടുക്കുക. മഅൽ ഉസ്രി ടൈം ഉണ്ടോ? മഅൽ ഉസ്രി യുസ്റാ. സീൻ്റെ സുക്കൂൻ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഫഹത്തഹു ഷഖ്സുൻ സക്കറ്റിലുള്ള ഹംസിൻ്റെ ലെറ്ററാണ്. അപ്പോൾ അതുകൊണ്ട് സീൻ അതാണ് നമ്മളെപ്പോഴും ബിസ്മില്ല എന്ന് പറയുന്നത്. ഉസ്രി ഉണ്ടാ, യുസ്റ സൗണ്ട് ഉണ്ടാ, ടൈം നന്നായി കൊടുക്കുക. റോ ഉസ്രീൻ്റെ അടുത്ത് റോ ലൈറ്റാണ്, കാരണം കെസ്റ വന്നുകൊണ്ട്. യുസ്റയിൽ എന്ത് വരുന്നത്? റോ ഹെവിയാണ്. എനിക്ക് രണ്ടിടത്തും ലൈറ്റായിട്ട് തന്നെ പറയുക, ഹെവി ആയിട്ട് തന്നെ വരിക. യുസ്റോ ഉയർത്തി പറയാം. ഇന്ന മഅൽ ഉസ്രി യുസ്റാ വീണ്ടും സെയിം സംഭവം തന്നെ കണ്ടിട്ടുണ്ട്. ഇന്ന നല്ലോണം മണിക്കുക, മഅൽ ഉസ്രി യുസ്റാ ഒക്കെ ടൈമിങ് കൊടുത്ത് പറയാം. അടുത്തത് ഫഇദ ഫറഗ്ത ഫൻസബ്. ഫഇദ ഹംസ ദാലി ഒക്കെ ടൈം കൊടുക്കുക. ഫഇദ ഫറഗ്ത പറയുമ്പോൾ കറക്റ്റ് സൗണ്ട് വരണം. കാറ്റോടും കൂടി ഫ.
ഫറഗ്ത റ ഹെവി ഗൈനിന് സുക്കൂന് വരുമ്പോൾ ഞാൻ പറഞ്ഞ് ഓരോ സുക്കൂന് ടൈം എടുക്കുക. ഉണ്ടാ സൗണ്ട് ഉണ്ടാ. ഫറഗ്ത കൂടുതൽ ടൈം കൊടുക്കണം നമ്മൾ. ഗൈന് സുക്കൂന് വരുമ്പോൾ ഓരോ സാധാ ഫത്ഹക്ക് കൊടുക്കുന്ന കസ്റക്ക് കൊടുക്കുന്ന ടൈമിംഗ് അല്ല നമ്മൾ അക്ഷരത്തിൻ്റെ മുകളിൽ സുക്കൂന് വരുമ്പോൾ കൊടുക്കുന്നത്. കുറച്ചും കൂടി അധികം ടൈം ഉണ്ടാവും. ഓക്കെ, നമ്മൾ ആ ഒരു സ്കെയിൽ വെച്ച് നമ്മൾ അളക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ടൈമിങ്ങും ഡിഫറെൻ്റ് ഉണ്ടാവും. സുക്കൂന് നമ്മൾ നല്ലോണം ടൈമായിരിക്കും മറ്റേ അക്ഷരങ്ങൾ മറ്റേ ഹർക്കകൾ കൊടുക്കുന്നതിന് പകരം. ഓക്കെ, നമ്മൾ കൃത്യമായ സൗണ്ട്, അതുകൊണ്ടാണ് സൗണ്ട് നല്ലോണം കേൾക്കണത്. ഫറഗ്ത ടൈം കൊടുക്കുമ്പോഴേ നമ്മളതിന് ആ കറക്റ്റ് ആ സൗണ്ട് പുറപ്പെടുവിപ്പിക്കാൻ പറ്റുള്ളൂ. പിന്നെ അതുകൂടാണ്ട് ഗൈന് ഹെവിയാണ്. ഉണ്ടാ ഹെവിയാക്കി പറയാം. ഫറഗ്ത ലൈറ്റാണ്. ഫൻസബ് ഇവിടെ വീണ്ടും എന്ത് വന്നിട്ടുണ്ട്? ഇഖ്ഫ ഹെവി ഇഖ്ഫ കേട്ടോ. ഫൻസബ് കാരണം സ്വാദ് ഹെവി ആയതുകൊണ്ട് ഇത് നൂനുണ്ട്. ഫൻസബ് അപ്പോൾ ഉയർത്തി പറയാൻ നൂൻ. ഫൻസബ് കൽക്കലയോടും കൂടി നിർത്താം. വ ഇല റബ്ബിക വാവ പറയുമ്പോൾ ചുണ്ട് നേരം ഉണ്ടാകുക. റബ്ബിക ബ ഹെവി ബ ഡബിൾ റ ഹെവി. റബ്ബിക കാഫ് ലൈറ്റ്. റബ്ബിക ഫർഗബ് റ ഹെവി ഫർഗബ് ഗ ഹെവി. ബാക്കി രണ്ട് അപ്പുറം ഇപ്പുറമുള്ള അക്ഷരങ്ങൾ ലൈറ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഹെവിൻ്റെ ഇടയ്ക്ക് വരുമ്പോൾ ലൈറ്റ് അക്ഷരങ്ങൾ ഹെവി ആയി പോയത് പ്രത്യേകം ശ്രദ്ധിക്കുക. കൽക്കലയോടും കൂടി നിർത്തുക. ഫർഗബ് ഉണ്ടാ. ഓക്കെ, കൃത്യമായി ഓരോ അക്ഷരങ്ങൾ എടുക്കേണ്ട വിധം എടുത്തുകൊണ്ട് നോക്കി നന്നായി സമയം കൊടുത്ത് ഓതാം. ഓക്കെ, സുബ്ഹാനക്കല്ലാഹു ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.